വയനാട്ടിൽ സൈന്യത്തോടൊപ്പം പുഴയുടെ ദുർഘട മേഖലകളിൽ തിരച്ചിലിന് ആലുവ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര സ്കൂബ ടീമും. ടീം കോർഡിനേറ്റർ നിയാസ് കപൂരി, ക്യാപ്റ്റൻ അൻസാരി ചാലിയേലി എന്നിവരുടെ നേതൃത്വത്തിൽ 4 പേരടങ്ങുന്ന സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തുന്നത്. വയനാട് മുണ്ടക്കൈ, ചൂരമല, അട്ടമല ഭാഗത്ത് തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ആലുവ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര സ്കൂബ ടീമും ഒപ്പമുണ്ട്. ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ചാണ് തിരച്ചിൽ. ആദ്യ ദിവസം മുണ്ടക്കൈ സ്കൂളിന് സമീപം കുത്തൊഴുക്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ മൃതദേഹങ്ങളടക്കം മറുകര കടത്താൻ കവുങ്ങുകൊണ്ട് താൽക്കാലിക പാലം നിർമ്മിച്ചു നൽകാനും, വെള്ളരിമല വില്ലേജ് അട്ടമല ഭാഗത്ത് ഫോറസ്റ്റിലൂടെ 8 കിലോമീറ്ററോളം കാൽനടയായി ചെങ്കുത്തായ ആരും എത്തിപ്പെടാത്ത പുഴയരികിലേക്ക് വടം കെട്ടി തൂങ്ങിയിറങ്ങി സൂചിപ്പാറ ഭാഗത്തുവരെ തിരച്ചിൽ നടത്തുവാനും ഇവർക്ക് കഴിഞ്ഞു. പുഴയുടെ ഭാഗത്തുകൂടി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചു തിരഞ്ഞാലേ ഇനി മൃതദേഹങ്ങൾ ലഭിക്കുമെന്നാണ് ടീമിന്റെ അഭിപ്രായം. ഈ പുഴയിലൂടെയാണ് 70 കിലോമീറ്റർ വരെ മൃതദേഹങ്ങൾ മലപ്പുറം ജില്ല വരെ ഒഴുകിയെത്തിയത്. ടീം കോർഡിനേറ്റർ നിയാസ് കപൂരി, ക്യാപ്റ്റൻ അൻസാരി ചാലിയേലി എന്നിവരുടെ നേതൃത്വത്തിൽ യഹിയ, നിസാം, നസീർ, ഷമീർ, നിജാസ്, സനൽ എന്നിവർ ചേർന്ന് 4 പേരുടെ സംഘങ്ങളായാണ് 3 ദിവസം തിരച്ചിൽ നടത്തിയത്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ജലാശയാപകടങ്ങളിലും മറ്റ് ദുരന്തങ്ങളിലും ഓടിയെത്തുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് സഹായകരമാകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് UK സ്കൂബ ടീം. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.